ാണ് എനിക്ക് സൂചിപ്പിക്കുവാറുള്ളത്. അതെ, അപ്പോ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അത് നിലനിർത്താവുന്നത് പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ് എന്നുള്ളതാണ് സത്യം. പിന്നീട് തിരുത്തലുകൾ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ അതിന്റെ ദൈവികതയായി അവകാശപ്പെടുന്ന ഒരു കാര്യം അതെന്താണ്? അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്നതാണ്. നീണ്ട 23 വർഷ കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ല. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ അവകാശപ്പെടുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ല. എന്നാൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക, ബൈബിൾ പുസ്തകങ്ങളായിരുന്നാലും മറ്റു വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും എല്ലാം വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ബൈബിളിലെ പഴയ നിയമത്തിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പഴയ നിയമത്തിലെ ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ ദാവീദിനെ കണക്കെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ദൈവമാണ് എന്ന് കാണുമ്പോൾ ഇതേ കാര്യം ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ ഇതേ കാര്യം പ്രേരിപ്പിച്ചത് ചെകുത്താനാണ് എന്നാണ് നമ്മൾ കാണുക. എന്തേ വൈരുദ്ധ്യം? ഇങ്ങനെ പഴയ നിയമത്തിൽ യഥേഷ്ടം വൈരുദ്ധ്യം. ഇനി പുതിയ നിയമം എടുത്താൽ യേശുവിന്റെ ജനനം മുതൽ ഉപദേശം മുതൽ മരണം വരെ വിവരിക്കുന്നിടത്ത് മുഴുവനും വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ വംശാവലി വിശദീകരിക്കുമ്പോൾ മുതൽ വൈരുദ്ധ്യങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. യേശുവിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന യോസേഫിന്റെ പിതാവാരാണ് എന്ന ചോദ്യം മത്തായിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുക യാക്കോബാണ് എന്നും, അതേ ചോദ്യം ലൂക്കോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുക ഹേലിയാണ് എന്നുമാണ്. ഇങ്ങനെ 41ഓളം വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് വിവരണങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ ഉപദേശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. യോഹന്നാന്റെ ഒറ്റ സുവിശേഷത്തിൽ തന്നെ പരസ്പരം വൈരുദ്ധ്യം. യേശു പറയുന്നതായി ഒരിക്കലും യേശു വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. തീർച്ചയായും രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഉണ്ടായ വൈരുദ്ധ്യങ്ങളാണ് അത്. ഇത് പരിശുദ്ധാത്മ പ്രചോദിതമായിട്ടാണ് എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവം വൈരുദ്ധ്യം പറയുന്നവനാണ് എന്ന് പറയേണ്ട ഗതികേടിൽ നമ്മൾ എത്തിച്ചേരും എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്താ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക, യേശു പറയുന്നതായി, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും ആ സാക്ഷ്യം സത്യമാണ് എന്നാണ്. എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമാണ്. ഇതേ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമല്ല എന്നാണ്. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരിശോധിക്കുക, എന്തുകൊണ്ട് വൈരുദ്ധ്യമുണ്ടായി? മനുഷ്യരുടെ കരവിരുതുകൾ കൊണ്ട്. ഇനി യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചാണല്ലോ ഇവിടെ വിശദമായി പറഞ്ഞത്. സുഹൃത്ത്, കുരിശുമരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് 4 സുവിശേഷങ്ങളും ഒരു സ്ഥലത്തും യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിപരമല്ല. അവസാനമായി യേശു എന്തു പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നിടത്ത് വരെ സുവിശേഷങ്ങൾക്ക് ഐക്യരൂപം കാണാൻ സാധിക്കുന്നില്ല. യേശു കുരിശിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞതായി മത്തായി പറയും. യോഹന്നാൻ പറയുന്നത് നേർപ്പഞ്ഞ് ചുണ്ടിൽ വെച്ചുകൊടുത്ത് തലചായ്ച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇതാണ് വൈരുദ്ധ്യങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങൾ ദൈവീകതയെ സംശയിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ യാതൊരു വൈരുദ്ധ്യവും ഇല്ലാത്തതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ട് ദൈവികതയെക്കുറിച്ച് പറയുമ്പോൾ വേദഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളെക്കുറിച്ച് വിശേഷിച്ചും ബൈബിളിന്റെ വക്താക്കൾ ദാനിയേലിന്റെ പുസ്തകത്തിലും വെളിപാട് പുസ്തകത്തിലുമെല്ലാമുള്ള ഒരുപാട് പ്രവചനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ പ്രവചനങ്ങളുടെ സ്ഥിതി എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അത് പ്രവചിച്ച കാര്യങ്ങൾ എല്ലാം നടപ്പിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്ത്യനാളിനെ കുറിച്ചെല്ലാമുള്ള പ്രവചനങ്ങൾ നടപ്പിലാകുവാൻ പോവുകയുമാണ്.
ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നടത്തിയ ഒരു വമ്പിച്ച പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റോമാക്കാരും പേർഷ്യക്കാരും തമ്മിൽ നടന്ന അതിശക്തമായ സംഘട്ടനങ്ങളിൽ റോമക്കാർ പരാജയപ്പെടുകയും പേർഷ്യക്കാർ വിജയിക്കുകയും ചെയ്തപ്പോ ഗിബ്ബണെ പോലെയുള്ള ചരിത്രകാരന്മാർ ഇനിയൊരിക്കലും ഒരു പുനരുജ്ജീവനം സാധ്യമല്ലാത്ത വിധത്തിൽ റോമാ സാമ്രാജ്യം അന്ന് തകർത്ത് തരിപ്പണം പോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആ തകർച്ചയിൽ ഈ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം ശ്രവിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. അലിഫ് ലാം മീം ഉൽബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും ബിൻ ബഅദി ഉലബിഹിം സയഅലിബൂൻ ഫീ ബിളഇ സിനീൻ. അതേ ഇതാ റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 10 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഈ പരാജയത്തിന് ശേഷം വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. അതേ ചരിത്രത്തിൽ റോമക്കാർ ഒരു പുനരുജ്ജീവനമുണ്ടായതായും റോമാ സാമ്രാജ്യത്തിന്റെ പുനരുദ്ധാനമുണ്ടായതായും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ ബൈബിളിലും ഒരുപാട് പ്രവചനങ്ങളുണ്ട്. കാരണം അതിൽ ദൈവിക വചനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവചനങ്ങൾ ഒരുപാട് ബൈബിളിലുണ്ട്. പക്ഷേ ബൈബിളിൽ മാനുഷിക വചനങ്ങൾ കടന്നുകൂടി എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രവചനങ്ങളിൽ ചിലവയെങ്കിലും തെറ്റിയതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റേതായി പറയപ്പെടുന്ന ഒരു പ്രവചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ എന്താണ് യേശുക്രിസ്തു പ്രവചിക്കുന്നത് എന്നറിയാമോ? യേശു പറയുകയാണ്, 12 ശിഷ്യന്മാരെയും മുന്നിൽ നിർത്തി കൊണ്ട് യേശു പറയുകയാണ്, യുഗസമാപ്തിയുടെ ആ നാളിൽ മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആഗമനാകുന്ന സമയത്ത് നിങ്ങളിൽ 12 പേരും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ന്യായം വിധിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന്. ആ 12 പേർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ ആ 12 പേരിൽ യൂദാസ് ഇസ്കാരിയോത്ത് കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പ്രവചിക്കുകയാണ് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യം. യൂദാസ് ഇസ്കാരിയോത്ത് അടക്കം 12 പേർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് ന്യായം വിധിക്കുമെന്ന് യേശു പറഞ്ഞത് പൂർത്തീകരിക്കപ്പെടുമോ? അതല്ല യൂദാസ് ശപിക്കപ്പെട്ടവനായോ? യൂദാസ് ശപിക്കപ്പെട്ടവനായി എന്ന് എല്ലാ സഭകളും ഒരേപോലെ പറയുന്നു. എങ്കിൽ യേശുവിന്റെ ഈ പ്രവചനം തെറ്റിയതല്ലേ അതിനർത്ഥം? ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ കരവിരുതുകൾ കടന്നു വന്നപ്പോ ബൈബിളിലെ വചനങ്ങളിൽ ഈ രൂപത്തിലുള്ള പ്രവചന നിവൃത്തിക്കെതിരെയുള്ള കാര്യങ്ങൾ പോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആൻ പിന്നീട് അത് പരിശുദ്ധ ഖുർആൻ ഒരു വേദഗ്രന്ഥം എന്നതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഒരു വേദഗ്രന്ഥവും അതോടൊപ്പം തന്നെ അതൊരു അമാനുഷിക ദൃഷ്ടാന്തവുമാണ്. മോശെ പ്രവാചകന് നിലത്തിട്ടാൽ സർപ്പമാകുന്ന വടി നൽകിയതുപോലെ യേശുക്രിസ്തുവിന് മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള കഴിവ് നൽകിയതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവായി ദൃഷ്ടാന്തമായി പടച്ചതമ്പുരാൻ നൽകിയ അമാനുഷിക ദൃഷ്ടാന്തം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. എന്താ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത? ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവരാശിയെ ഒന്നിച്ച് വെല്ലുവിളിച്ചു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. അതേ പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയവുമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇതിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവമോടിച്ചുള്ള മുഴുവൻ സഹായികളെയും വിളിച്ചുകൊള്ളുക. ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി 14 നൂറ്റാണ്ടുകളായി തുടരുന്ന വെല്ലുവിളി. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള വെല്ലുവിളി. പരിശുദ്ധ ഖുർആനിനെ വിമർശിച്ച അറബി സാഹിത്യത്തിലെ തറവാട്ടുകാരണവന്മാർക്ക് സാധിക്കാത്ത 14 നൂറ്റാണ്ടുകളായി ഉത്തരം നൽകപ്പെടാത്ത വെല്ലുവിളി ഇന്നും ആവർത്തിച്ചുകൊണ്ട് ഖുർആൻ വിമർശകരുടെ മുഴുവനും കർണപുടങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ വെല്ലുവിളിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് അറബി ഭാഷയുടെ മൂലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുള്ള ആധുനികമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മാനദണ്ഡമായി തെരഞ്ഞെടുക്കാറുള്ള ശാസ്ത്രം നമ്മളെടുത്ത് പരിശോധിക്കുക. ശാസ്ത്രം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വട്ടപൂജ്യത്തിലായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
ശാസ്ത്രീയമായി വട്ടപൂജ്യത്തിലായിരുന്ന ഒരു സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അശാസ്ത്രീയമായ യാതൊരു പ്രസ്താവനകളുമില്ല എന്നുള്ള കാര്യം പരിശുദ്ധ ഖുർആനിന്റെ ദൈവീകത വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരൊറ്റ അശാസ്ത്രീയമായ പരാമർശങ്ങളുമില്ല എന്നു മാത്രമല്ല, പുതിയ ശാസ്ത്രം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ സത്യതയും വ്യക്തതയും സൂക്ഷ്മതയും ദൈവികതയും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. 929 മുമ്പ് പ്രപഞ്ച വികാസത്തെക്കുറിച്ച് നമുക്കറിയുമായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ 51 അധ്യായം സൂറത്തു ദാരിയാത്തിലെ 47 വചനത്തിൽ പറയുമ്പോൾ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സിദ്ധാന്തം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്നതാണ് നമ്മൾ ഖുർആനിൽ കാണുക. അതേപോലെ തന്നെ സൂര്യനാണ് പ്രകാശത്തിന്റെ സ്രോതസ് എന്നും ചന്ദ്രൻ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവരാശിക്ക് അറിയുമായിരുന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ വൽഖമറ ഫീഹിന്ന നൂറൻ വജഅല അൽ-ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജ എന്ന് ഖുർആനിലെ 71 അധ്യായം സൂറത്തു നൂഹിലെ 16 വചനത്തിലൂടെ പറയുമ്പോൾ ഖുർആൻ ദൈവീകവാടിയതുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ ആ സൂര്യനെ പ്രകാശത്തിന്റെ സ്രോതസ്സായും ചന്ദ്രനെ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമായും സൂചിപ്പിക്കുമ്പോൾ അത് ദൈവീകവാടിയതുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതേപോലെയുള്ള ഒരുപാട് പ്രസ്താവനകൾ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട അലഖിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന അട്ടയെപ്പോലെയുള്ള വസ്തുവില്ലത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആനിലെ 96 അധ്യായത്തിലെ 2 വചനത്തിലെ വാക്യം ആധുനിക ഭ്രൂണശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി കൃത്യമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഖുർആനിന്റെ ദൈവികത കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ ശാസ്ത്രത്തിന്റെ അളവുകോല് വെച്ചുകൊണ്ട് നമ്മൾ വേദഗ്രന്ഥങ്ങളെ മറ്റുള്ളത് പരിശോധിക്കാതെ വിധേയമാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക അശാസ്ത്രീയമായ പരാമർശങ്ങൾ മനുഷ്യരുടെ കരവിരുതുകൾ കൊണ്ട് വേദഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന വസ്തുതയാണ്. സങ്കീർത്തന പുസ്തകത്തിലെ 104 സങ്കീർത്തനത്തിൽ 5 വചനത്തിൽ ഭൂമി ഒരു സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും അതൊരിക്കലും ഇളകുന്നില്ല എന്നുമുള്ള പരാമർശം നമ്മൾ വായിക്കുമ്പോൾ മാനുഷിക കരവിരുതുകളാൽ വികലമാക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അശാസ്ത്രീയമായ പരാമർശമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ആവർത്തന പുസ്തകം 14 അധ്യായത്തിലെ 7 വചനത്തിലും ലേവ്യ പുസ്തകം 11 അധ്യായത്തിൽ 6 വചനത്തിലുമെല്ലാം മുയലിനെ അയവിറക്കുന്ന ജീവിയായി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതും അശാസ്ത്രീയമായ പരാമർശങ്ങൾ മാനുഷികമായ കരവിരുതുകൾ കൊണ്ട് ഉണ്ടായതാണ് എന്ന വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്തിനാണ് വേദഗ്രന്ഥം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സത്യാസത്യ വിവേചകമാണ് വേദഗ്രന്ഥമെന്നാണ്. ധർമാധർമ്മങ്ങള് കൃത്യമായി പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് വേദഗ്രന്ഥങ്ങൾ. എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും, എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും, എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും കൃത്യമായി വ്യക്തമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുന്നതാണ് വേദഗ്രന്ഥം എന്നുള്ളതാണ് ഇസ്ലാമികമായ വീക്ഷണത്തിൽ വേദഗ്രന്ഥം ത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതെ, വേദഗ്രന്ഥം മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുത്തത്, എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചത് വിധിവിലക്കുകൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റിയെന്നും സ്വന്തമായി കണ്ടുപിടിക്കുവാൻ സാധ്യമല്ലാത്ത മനുഷ്യര് എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നപ്പോ ഈ വേദഗ്രന്ഥങ്ങൾ ധർമാധർമ്മങ്ങൾ വ്യവച്ഛേദിച്ച് പഠിപ്പിക്കേണ്ട വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കരവിരുതുകൾ കടന്നു വന്നപ്പോ ആ വേദഗ്രന്ഥങ്ങളിൽ തന്നെ അധർമ്മത്തിന്റെ വക്താക്കളായി പ്രവാചകന്മാരും ദൈവദൂതന്മാരും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതെന്തേ? മനുഷ്യരുടെ കരവിരുതുകളാണ് കാരണം, അല്ലാതെ പ്രവാചകന്മാരുടെ തകരാറല്ല, ദൈവദൂതന്മാരുടെ തകരാറല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പരിശുദ്ധ ഖുർആനാകട്ടെ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കാമെന്ന്, ദൈവിക മാർഗദർശനത്തിലൂടെ നയിക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതെ, ഇതാകുന്നു ഗ്രന്ഥം, യാതൊരു സംശയവുമില്ല സന്മാർഗ നിഷ്ഠരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മാർഗദർശക ഗ്രന്ഥമാകുന്നു എന്ന് ഖുർആനിലെ 2 അധ്യായം സൂറത്തുൽ ബഖറയിലെ 2 വചനത്തിലൂടെ ഖുർആൻ ഉറപ്പ് നൽകുകയാണ്. ഏത് കാര്യമെടുക്കുക, ധർമ്മം എന്താണ് എന്ന ചോദ്യത്തിന്, സത്യം എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ പരിശുദ്ധ ഖുർആനിനും പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും സാധിക്കുമെന്നുള്ളതാണ് സത്യം. ഏറ്റവും ചെറിയൊരു കാര്യമെടുക്കുക നിങ്ങൾ,
ഏറ്റവും ചെറിയ കാര്യം ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന കാര്യപാട് മദ്യം മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുപാട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. മദ്യത്തിനെതിരെയുള്ള, ലഹരിക്കെതിരെയുള്ള സമരത്തിൽ, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യപാട്. പക്ഷേ ലഹരിയെക്കുറിച്ച് എന്താണ് വേദഗ്രന്ഥങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര നമ്മൾ കാണുക. അതെ, വേദഗ്രന്ഥത്തിൽ, ബൈബിൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ മദ്യത്തിനെതിരെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ മദ്യപാനികളായ പ്രവാചകന്മാരെയും കാണാൻ സാധിക്കും. ആദ്യമായി ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി കടന്നുവന്ന നോഹ പ്രവാചകനാണ് ബൈബിൾ പ്രകാരം ആദ്യമായി മദ്യം നിർമ്മിച്ച് സ്വയം കുടിച്ച് മത്തനായി തുണിയുരിഞ്ഞു പോയ പ്രവാചകൻ എന്നുകൂടി, മനുഷ്യൻ എന്നുകൂടി നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കേണ്ടി വരികയാണ്. അതേപോലെ തന്നെ മദ്യം കടിച്ച് സ്വന്തം പുത്രിമാരുമായി ശയിക്കേണ്ടി വന്ന ലോത്തിന്റെ കഥ, നീതിമാനായ ലോത്തിന്റെ കഥ ബൈബിളിലല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലും നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല. എന്തേ? അതേപോലെ തന്നെ ഈ രൂപത്തിൽ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ പോലും യേശുക്രിസ്തുവിനെ പോലും മദ്യപാനികളായ ആളുകൾ വെറുതെ വിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരിക്കലും അതിശയോക്തിപരമല്ല. യേശുക്രിസ്തു ആദ്യമായി ചെയ്ത, അത്ഭുതമായി പറയുന്ന കാലായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം മദ്യമാക്കി മാറ്റി ജനങ്ങൾക്ക് വിതരണം ചെയ്ത് അത് അവർ കുടിക്കുകയും മത്തരാവുകയും ചെയ്ത കഥ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തേ കാരണം? ഇത് യേശുക്രിസ്തു ചെയ്തു എന്ന് ഒരു മുസ്ലിമിന് ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. അത് പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടപ്പെട്ട വചനങ്ങളാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരാൾ മദ്യം എന്താണ്, അല്ലെങ്കിൽ ലഹരി എന്താണ്, ലഹരിയെക്കുറിച്ചുള്ള ദൈവികമായ വെളിപാട് എന്താണ് എന്ന ചോദ്യവുമായി വേദപുസ്തകത്തെ സമീപിക്കുമ്പോ, ബൈബിളിനെ സമീപിക്കുമ്പോ 2 വചനങ്ങളും കാണാൻ സാധിക്കുന്നു. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ വചനവും അതോടൊപ്പം തന്നെ ഈ വചനവും രണ്ടും കൂടി കാണുവാൻ സാധിക്കുകയാണ്. അത് യേശു മദ്യം നിർമ്മിച്ചതായിട്ടുള്ള വചനവും തിരിച്ചും. അവിടെ എന്ത് ശരി എന്ത് തെറ്റി എന്ന് വ്യവച്ഛേദിച്ച് കൃത്യമായി അറിയാൻ സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷം സംജാതമാകുന്നു. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഓരോ രംഗത്തും കൃത്യവും വ്യക്തവുമായ മാർഗദർശനം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുക. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം. വിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, പ്രശ്നം വെച്ച് നോക്കൽ, അമ്പുപയോഗിച്ചുള്ള ഭാഗ്യപരീക്ഷണം, ഇതെല്ലാം മ്ലേച്ഛമായ പൈശാചിക വൃത്തികളാകുന്നു. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയികളായി തീർന്നേക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ മാർഗദർശനം. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. ഏത് വിഷയത്തിലാണെങ്കിലും വ്യക്തമായ മാർഗദർശനം. അതും ശരി ഇതും ശരി എന്നുള്ള മാർഗദർശനമില്ല. എന്താണ് പാപമെന്ന്, എന്താണ് പുണ്യമെന്ന്, എന്താണ് സത്യമെന്ന്, എന്താണ് അസത്യമെന്ന്, എന്താണ് ധർമ്മമെന്ന്, എന്താണ് അധർമ്മമെന്ന് വ്യക്തമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിതചര്യയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം നൽകാൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ മാർഗദർശനം നൽകുന്ന ആ മാർഗദർശനം അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ, വ്യവച്ഛേദിച്ചറിയാൻ, എന്താണ് ദൈവികമായ മാർഗദർശനം എന്നറിയാൻ തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ രക്ഷ, ആ രക്ഷ എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കേവലം നമുക്കെല്ലാവർക്കും ഓരോ സിദ്ധാന്തങ്ങൾ എടുത്ത് സംസാരിക്കുവാൻ സാധിക്കുമായിരിക്കും. പക്ഷേ മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത് കേവല വിശ്വാസമോ കേവല കർമ്മമോ അതല്ലെങ്കിൽ ആരെയുടെയെങ്കിലും മരണമോ ചോരയോ ആണ് രക്ഷയുടെ മാർഗമെന്നല്ല. യേശുവിനോട് മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21-22 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഇഷ്ടം എന്താണ്? അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ഇഷ്ടം ചെയ്യണമെന്നാണ് പറഞ്ഞത്. കർമ്മമാണ് അവിടെ. അതേപോലെ തന്നെ വിശ്വാസമാണ് അവിടെ. വിശ്വാസം
യേശു പല തവണയായി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി എന്താണ് മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ മാർഗം എന്ന്, ആ രക്ഷയ്ക്ക് വേണ്ട വിശ്വാസം എന്താണ്, കർമ്മം എന്താണ് എന്ന് കൃത്യമായി എനിക്ക് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ മാർഗം പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പ്രതീക്ഷ നൽകുകയാണ്, ഖുർആൻ ഉറപ്പ് നൽകുകയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് കീഴ്ഭാഗത്തുകൂടി നദികളൊഴുകുന്ന സ്വർഗലോകം നൽകപ്പെടുവാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അതേ, ആ സ്വർഗലോകം ലഭിക്കണമെങ്കിൽ വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നിർത്തുകയല്ല ഖുർആൻ. എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിക്കുന്നു, എന്താണ് സൽക്കർമ്മങ്ങൾ എന്ന് പഠിപ്പിക്കുന്നു കൃത്യമായി വ്യക്തമായി. സുഹൃത്ത് ഇവിടെ പറഞ്ഞു, എവിടെ യഥാർത്ഥത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ കുരിശുമരണത്തിൽ വിശ്വസിക്കണമെന്നും അതേപോലെ തന്നെ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കണമെന്നും ബൈബിളിന്റെ മുഴുവൻ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ത്രിയേക ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ടുള്ളൊരു പാഠം കാണുവാൻ നമുക്ക് സാധ്യമല്ല എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഉള്ള ഇത്തരം ഈ വിശ്വാസത്തിന്റെ രക്ഷയുടെ മാർഗമായി പറയുന്ന കാര്യങ്ങളുടെ അടിത്തറ പോലും വേദഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ ആ വേദഗ്രന്ഥം കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന് മാലാഖമാരിൽ, പ്രവാചകന്മാരിൽ, ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന്, അതോടൊപ്പം തന്നെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. യേശുവിനോട് വന്നുകൊണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോ രക്ഷയുടെ മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ രക്ഷയുടെ മാർഗമായി എടുത്തു പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. രക്ഷയുടെ മാർഗമായി എല്ലായ്പ്പോഴും യേശുക്രിസ്തു പറഞ്ഞത് വിശ്വാസവും കർമ്മവുമാണ് എന്നുള്ളതാണ് സത്യം. രക്ഷയുടെ മാർഗമായി നിത്യജീവൻ നേടുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴെല്ലാം അദ്ദേഹം നൽകുന്ന മറുപടി നീ ന്യായപ്രമാണത്തെ അനുസരിക്കുക, നീ കൽപ്പനകൾ പ്രമാണിക്കുക എന്നെല്ലാമുള്ള മറുപടിയാണ് എന്ന വസ്തുത നിഷേധിക്കുവാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അദ്ദേഹം മരണാനന്തര ജീവിതത്തിൽ ഇപ്പോൾ തന്നെ മരണപ്പെട്ടാൽ മരണാനന്തര ജീവിതത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്ന് മിഥ്യയായ ധാരണയുമായി ജീവിക്കുന്നത് കൊണ്ട് ഒരാൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. മറിച്ച് യേശുക്രിസ്തു പറഞ്ഞ വചനം നമ്മൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 21-ാമത്തെ വചനത്തിന് ശേഷം യേശു പറഞ്ഞത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അവന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം 22-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, അതെ, അന്നാളിൽ പലരും എന്റെ അടുത്ത് വന്നുകൊണ്ട് പറയും, ഞങ്ങൾ നിങ്ങളുടെ പേരിൽ വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ, അത്ഭുതങ്ങൾ ചെയ്തില്ലേ, നിന്റെ പേരിൽ രോഗികളെ സുഖപ്പെടുത്തിയില്ലേ, പലതരത്തിലുള്ള ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ അന്നാളിൽ പലരും വരും. അപ്പോൾ ഞാൻ അവരോട് പറയും, പിശാചുക്കളെ പോ, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമെന്ന് പറഞ്ഞ് യേശു നിഷേധിക്കുമെന്നാണ് ഇത്തരം ആളുകളെ കുറിച്ച് യേശു ക്രിസ്തു സ്വയം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ വെറുതെ ഏതെങ്കിലും അടിത്തറയില്ലാതെ സ്വർഗപ്രവേശത്തിന് അർഹരാകും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടത്തുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ മതവിശ്വാസികളും ക്രൈസ്തവ സഭകളും വ്യത്യസ്ത സഭകളും വിശ്വാസികളും എല്ലാവരും മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന മിഥ്യാധാരണയുമായി ഇരിക്കുകയാണ്. പക്ഷേ മിഥ്യാധാരണ എന്ന് പറയുമ്പോൾ കേവലം എല്ലാവരുടെയും ധാരണകളെ വിമർശിക്കുവാൻ ഞാനാളല്ല. പക്ഷെ ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മളെല്ലാവരും മരണാനന്തര ജീവിതത്തിൽ രക്ഷകാംക്ഷിക്കുന്നുവെങ്കിൽ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതല്ലാതെ പ്രവാചകന്മാരുടെ പേരിൽ ആരെങ്കിലും എഴുതി വെക്കുകയോ ആരെങ്കിലും പറഞ്ഞു തരികയോ ആ പ്രവാചകന്മാരുടെ പാതയാണ് എന്ന മിഥ്യാധാരണ വളർത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുകയോ ചെയ്ത വിശ്വാസങ്ങളല്ല. മറിച്ച് കൃത്യമായി എന്താണ് പ്രവാചക
പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്ന്, എന്താണ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് അടിസ്ഥാനപരമായി പഠിക്കുവാനും വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള മനുഷ്യരുടെ സ്ഖലിതങ്ങൾ, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള കൈകടത്തലുകൾ പഠിക്കാനും, അങ്ങനെ അതിൽ നിന്ന് മുക്തമായി കൃത്യമായി ദൈവീകമായി മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെടാത്ത രീതിയിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള അന്തിമ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വിമർശിച്ച് പഠിക്കുവാനും നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി മിസ്റ്റർ അക്ബർ. സുഹൃത്തുക്കളെ, രണ്ട് യുവ പണ്ഡിതന്മാർ ഇവിടെ നമ്മുടെ മുന്നിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ദൈവികതയെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അക്ബറിന്റെ പ്രസംഗത്തെ, വിവരണത്തെ ഖണ്ഡിച്ചുകൊണ്ട് വർഗീസ് മാളിയേക്കലിന് ഖണ്ഡനം നടത്താനുള്ള അവസരമാണ്. 20 മിനിറ്റാണ് ഇതിന് അനുവദിക്കുക. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ചു. അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. വേദപുസ്തകത്തിൽ തെറ്റുകളുടെ ഘോഷയാത്രയാണെന്ന ഒറ്റവാചകം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല 30,000-ത്തിലധികം വാക്കുകളുള്ള വേദപുസ്തകം. ഒരുപക്ഷെ അക്ബറിന്റെ ഓരോ ചോദ്യങ്ങളും ചോദ്യോത്തര വേളയിൽ പുറത്തു വരുമെന്നുള്ളതുകൊണ്ട് എല്ലാ ചോദ്യവും ഇവിടെ എഴുതി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും മറുപടികൾ നൽകാം. അതിനു മുൻപ് വേദപുസ്തകം തിരുത്തപ്പെട്ടതാണ്, തെറ്റുകളിൽ ഉള്ളതാണ്, ശാസ്ത്രീയമല്ല, യുക്തിസഹമല്ല എന്നിത്യാദി ആരോപണങ്ങൾ ഉന്നയിച്ച അക്ബർ സാഹിബ് ഉദ്ധരിച്ച ഖുറാനിന്റെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ. ഖുറാന്റെ കാനോനികത്വം എങ്ങനെയാണ്? ഖുറാൻ എഴുതിയത് 611 632 AD അതിനിടയ്ക്കാണ് ഖുറാൻ എഴുതപ്പെട്ടത്. ഖുറാൻ എഴുതപ്പെട്ട വിധം അതിനെക്കുറിച്ച് പറയുന്നത് ഗബ്രിയേൽ എന്ന ദൂതൻ കൊടുത്തുവെന്നാണ്. 9നും 10നും ഇടയ്ക്കുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മുസ്ലിം പണ്ഡിതനായ അൽ ബുഖാരി പറയുന്നത് ശ്രദ്ധിക്കുക. മുഹമ്മദിന് വികാരമൂർച്ചയുണ്ടായി അരുളപ്പാടുകൾ കിട്ടിയപ്പോൾ അദ്ദേഹം കയ്യിൽ കിട്ടിയ സാധനങ്ങളിൽ എഴുതാൻ ശ്രമിച്ചു. ആ കിട്ടിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ പനയുടെ മടലുണ്ട്, ചത്ത മൃഗങ്ങളുടെ എല്ലും കഷ്ണങ്ങളുണ്ട്, കടലാസുണ്ട്, തോലുണ്ട്, കല്ലുണ്ട്, തണ്ടം തുണ്ടൻ സാധനങ്ങളുണ്ട്. ഇനി എഴുതാൻ ഒന്നും കിട്ടാത്ത സമയത്ത് അദ്ദേഹം ആ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അവരിങ്ങനെ ഓർത്ത് തലയിൽ സൂക്ഷിച്ചു വെച്ചു. ബുഖാരി വീണ്ടും പറയുന്നു, മുഹമ്മദിന്റെ മരണശേഷം യമാമ യുദ്ധത്തിൽ വെച്ച് ഖുറാൻ ഓർത്തുവെച്ചിരുന്ന മിക്കവരും കൊല്ലപ്പെട്ടു. അങ്ങനെ ഖുറാൻ പല സുറകളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഹസ്രത്ത് ഒമാർ എന്ന മുഹമ്മദിന്റെ സ്നേഹിതൻ ബാക്കിയുള്ളതെല്ലാം കൂട്ടിവെക്കണം എന്ന് അന്നത്തെ കാലിഫയായ അബൂബക്കറോട് പറഞ്ഞു. അദ്ദേഹം അതിലാദ്യം താല്പര്യം കാണിച്ചില്ല. കാരണം മുഹമ്മദ് തന്നെ അത് ആവശ്യമെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം കരുതി. എന്നാൽ പിന്നീട് അബൂബക്കർ തന്നെ മുഹമ്മദിന്റെ സഹായകനായിരുന്ന സയ്യിദ് ഈബൻ തബീത്തിന് ആ ജോലി ഏൽപ്പിച്ചു. അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സയ്യിദിന് ഈ ജോലി മല മാറ്റാൻ പറയുന്നത് പോലെ ആകുമായിരുന്നില്ല. ഖുറാൻ മുഴുവൻ അറിയാവുന്ന ഒരാളെങ്കിലും ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് മാത്രം പോയാൽ മതി. സിമ്പിൾ. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് മലമറിക്കുന്ന ജോലിയായിട്ടാണ് സയ്യിദിന് തോന്നിയത്. സഹീദ് ബുഖാരി വോളിയം 6 പേജ് 478 സയ്യിദ് പറഞ്ഞ കാര്യം പറയുന്നു. സൂറ 9 ആയത്ത് 128 129 ഒരാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സയ്യിദ് പറയാ എന്താ പറയണത്? സൂറ 9 ആയത്ത് 128 129 അയാൾ അന്വേഷിച്ച് നടന്നിട്ട്
ഒരാൾക്ക് മാത്രം അറിയുണ്ടായിരുന്നുള്ളൂ. അയാൾ കള്ളം പറഞ്ഞ സംഗതി കുഴഞ്ഞു. ഒരാൾക്ക് മാത്രം ഓർമ്മയുണ്ടായിരുന്നുള്ള ആ കാര്യം, വേറെ ആർക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ മുഹമ്മദിനേക്കാൾ ഖുറാന്റെ രേഖകളിൽ സ്വാധീനം ചെലുത്തിയത് ഓർമ്മകളും അനേകരുടെ കൈയെഴുത്തുകളും സെയ്ദിന്റെ കൈയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെയ്ദ് ഈ സമാഹാരം മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്ന ഹഫ്സയ്ക്ക് കൊടുത്തു. ഇനി സഹീഹ് ബുഖാരി വോളിയം 6 പേജ് 479. പല പ്രവിശ്യകളിൽ പല ഖുറാനുകൾ നിലനിന്നിരുന്നു. ഞാൻ ആവർത്തിക്കാം, പല പ്രവിശ്യകളിൽ പല ഖുറാനുകൾ നിലനിന്നിരുന്നു. ഇതിന് കാരണം പല ശിഷ്യന്മാർ പല സമാഹാരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. മുഹമ്മദിന്റെ പല ശിഷ്യന്മാർ പല ഖുറാനുകൾ ഉണ്ടാക്കി, പല സമാഹാരങ്ങൾ ഉണ്ടാക്കി. ഇതിൽ പ്രമുഖമായ ഒന്നാണ് ഇറാഖിൽ അബ്ദുള്ള ഇബൻ മുസ്ത് എഴുതിയത്. അതവിടെ വളരെ പ്രചാരം സൃഷ്ടിച്ച ഒരു ഖുറാനാണ്. സിറിയയിലെത്തിയപ്പോൾ ഉബൈ ഇബൻ കാബ് എഴുതിയ ഖുറാനാണ് ഏറെക്കുറെ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇവ തമ്മിൽ പല ലിപികളും പല വ്യത്യാസമുള്ളതായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. 7-ാം നൂറ്റാണ്ടിലെ അറബിക്കിന് സ്വരാക്ഷരങ്ങൾ അഥവാ വവൽസ് ഇല്ലായിരുന്നു. അതിനാൽ പല വാക്കുകളും കർത്തരി പ്രയോഗത്തിലോ കർമ്മണി പ്രയോഗത്തിലോ അഥവാ ആക്റ്റീവ് ഓർ പാസീവ് ആയിരുന്നു എഴുതിയിരുന്നത്. ചിലത് നാമമോ ക്രിയയോ നൗൺ ഓർ വെർബായി നമുക്ക് തർജ്ജമ ചെയ്യാം. അതുപോലെ തന്നെ ചില വാക്കുകൾ ബഹുവചനമോ ഏകവചനമോ എന്ന് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ചില വാക്കുകൾ പുല്ലിംഗമോ സ്ത്രീലിംഗമോ എന്ന് പറയാൻ കഴിയുകയില്ല. 3-ാം കാലിഫ് ഉത്മാൻ ഖുറാൻ അതൊന്നു മാത്രമാക്കി. ഖുറാൻ ഏകീകരിച്ചത് 3-ാം കാലിഫായ ഉത്മാനാണ്. ഉത്മാൻ സെയ്ദ് എഴുതി ഹഫ്സയ്ക്ക് കൊടുത്ത ഖുറാൻ ആധികാരികമാണെന്ന് പ്രഖ്യാപിച്ചു. സംഗതി എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ പല ഖുറാനുകൾ പ്രചരിച്ചിരുന്നതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇറാഖിലെയും സിറിയയിലെയും പ്രചരിച്ചിരുന്ന ആ ഖുറാനുകൾ വളരെ പ്രമുഖമായ രീതിയിൽ പ്രചരിച്ചപ്പോൾ ഇത് രണ്ടു കൂട്ടരുടെയും പക്ഷം പിടിക്കാതെ അധികമൊന്നും അറിയപ്പെടാത്ത സെയ്ദ് എഴുതി മുഹമ്മദിന്റെ ഒരു ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന ആ ഖുറാൻ സെയ്ദ് അത് ഏക ഖുറാനായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇത് ചെയ്യുവാനുള്ള മറ്റൊരു കാരണം മെക്ക പ്രദേശത്ത് സംസാരിച്ചിരുന്ന ഖുറൈശി ലിപിയിലാണ് സെയ്ദ് എഴുതി പിടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ ലിപി കാലഹരണപ്പെട്ടു കഴിഞ്ഞു. സെയ്ദിന്റെ സമാഹാരം സ്വീകരിക്കാൻ മറ്റൊരു കാരണം അത് തീർത്തും അറിയപ്പെടാത്തതിനാലാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. എന്നിട്ട് ഉത്മാൻ എന്ന ഈ കാലിഫ സെയ്ദിന്റെ സമാഹാരം ദേശം മുഴുവൻ വിതരണം ചെയ്യുകയുണ്ടായി. ബാക്കിയുള്ള സമാഹാരങ്ങൾ അദ്ദേഹം കത്തിച്ച് നശിപ്പിച്ചു. ഇത്രയും പറഞ്ഞിട്ട് ഖുറാനിലേക്ക് ഞാൻ ഒന്നുകൂടി ആഴത്തിലേക്ക് കടക്കുകയാണ്. ഖുറാനിൽ നഷ്ടപ്പെട്ട വാക്കുകളുണ്ട്. സെയ്ദ് തന്നെ ആദ്യ പ്രതിയിൽ ഇല്ലാതിരുന്ന വാക്ക് അഥവാ ആയത്ത് പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. സംശയമുണ്ടെങ്കിൽ വായിക്കുക. സഹീഹ് ബുഖാരി വോളിയം 6 പേജ് 79. അതായത് സൂറ 33 സൂറ 33 ആയത്ത് 23 ആദ്യ കോപ്പികളിൽ ഇല്ലായിരുന്നു. അതാണ് 7 നഗരങ്ങളിലേക്ക് കയറ്റി അയച്ചത്. 7 നഗരങ്ങളിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞപ്പോഴാണ് സൂറ 33 ആയത്ത് 23 ഇല്ലെന്ന കാര്യം അവർക്ക് ഓർമ്മ വന്നത്. പിന്നീട് ഓർമ്മ വന്നപ്പോ ഇബൻ അൻസാരി എന്ന വ്യക്തിയിൽ നിന്ന് അത് എഴുതിയെടുക്കുകയായിരുന്നു. ഇനി ഖുറാനിൽ തിരുത്തലുകളുണ്ടോ? ഡസൻ കണക്കിന് ഇത്തരം തിരുത്തലുകളും തെറ്റുകളും അടുക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ പറയാൻ സമയമില്ല, 20 മിനിറ്റ് സമയമുള്ളൂ. ചിലത് മാത്രം എടുത്ത് മുൻപോട്ട് കൊണ്ടുവരികയാണ്. തിരുത്തലുണ്ടോ? ഇബൻ ഇഷാഖ് പേജ് 684. പാരമ്പര്യം അനുസരിച്ച് വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് മുഹമ്മദിന് ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ഇത് മുഹമ്മദും ഇഷാഖ് ഉൾപ്പെടെയുള്ളവർ അനുവർത്തിച്ചിരുന്നു എന്നതിന് രേഖകളുണ്ട്. എന്നാൽ ഖുറാനിൽ ഈ സംഭവമില്ല. ഖുറാനിൽ അത് എഴുതിയിട്ടില്ല. അതിന് പകരം വ്യഭിചാരികൾക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ 100 അടി ശിക്ഷ കൊടുത്താൽ മതി എന്നത് തിരുത്തി. സൂറ 24:32 കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് അള്ളാഹ് കൽപ്പിച്ച കാര്യം മാറ്റി അവർക്ക് 100 അടി കൊടുത്ത് സംഗതി തീർക്കാൻ സൂറ 24 ആയത്ത് 32 പറഞ്ഞിരിക്കുന്നു. ഇനി കുറെ ആയത്തുകൾ, നൽകപ്പെട്ട ആയത്തുകൾ അത് റദ്ദാക്കിയിട്ടുമുണ്ട്. സൂറ 2
ആയത്ത് 106, ആയത്ത് 108, സൂറ 16 ആയത്ത് 101, സൂറ 17 ആയത്ത് 86. ഖുറാനിൽ ആദ്യം വെളിപ്പെടുത്തിയ പല ആയത്തുകളും പിന്നീട് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യം വെളിപ്പെടുത്തിയതും പിന്നീട് വെളിപ്പെടുത്തിയതും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവുമില്ല. പലയിടത്തും ഒരേ സൂറയിൽ തന്നെയാണ് പഴയ ആയത്തും പുതിയ ആയത്തും ഇരിക്കുന്നത്. മുസ്ലിം അനുസരിക്കേണ്ടത് ഏതാണെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ജലാലുദ്ദീൻ എന്ന മുസ്ലിം പണ്ഡിതൻ പറയുന്നത് 500നും 500നും ഇടയ്ക്കുള്ള റദ്ദാക്കലുകൾ നടന്നിരിക്കും എന്നാണ്. ഞാനിതിന്റെ കൂട്ടത്തിൽ യുക്തിസഹമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ദൈവം ഒരു അരുളപ്പാട് നൽകിയിട്ട് കുറെ കഴിഞ്ഞിട്ട് അതിനൊരു ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ദൈവത്തിന് തോന്നുമോ? ഉത്തരം നിങ്ങളുടെ മനസ്സിൽ കരുതുക. ദൈവം ഒരു അരുളപ്പാട് നൽകി, ഇത് പോരാ, കുറച്ചുകൂടി നന്നായിട്ട് കൊടുക്കാമെന്ന് ദൈവത്തിന് തോന്നുമോ? ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് വിടുകയാണ്. ഇനി ഇത്തരം റദ്ദാക്കലുകൾക്ക് ഞാൻ ഉദാഹരണങ്ങൾ നൽകട്ടെ. സൂറ 2 142 മുതൽ 144 വരെയുള്ള ആയത്തുകൾ. പ്രാർത്ഥിക്കുമ്പോൾ നോക്കേണ്ട സ്ഥലം മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കാണെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ പറഞ്ഞു അത് ആദ്യം മാറ്റി. അതായത് മക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആദ്യം മാറ്റി. പിന്നീട് വീണ്ടും മാറ്റി ജെറുസലേമിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഇതിനിടയിൽ ഞാൻ യുക്തിസഹമായിട്ട് ചോദിക്കോട്ടെ, ഉരുണ്ട ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും, ഞാൻ കിഴക്കോട്ട് നോക്കിയാൽ എവിടേക്ക് കാണുക? ശൂന്യതയിലേക്ക് കാണുക. 2, വനിതകൾക്ക് തുല്യാവകാശം. ഖുറാൻ സൂറ 4 ആയത്ത് 7, സൂറ 2 180. വനിതകൾ ശ്രദ്ധിക്കുക, വനിതകൾക്ക് തുല്യാവകാശമായ ആയത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് മാറ്റി, ക്ഷമിക്കണം, സൂറ 4 ആയത്ത് 11 ആയപ്പോൾ സ്ത്രീയേക്കാൾ ഇരട്ടി ഭാഗം പുരുഷന് കൊടുക്കണമെന്നാക്കി മാറ്റി. സൂറ 7 മൂന്നാമത്തെ കാര്യം, സൂറ 73 ആയത്ത് 2 മുതൽ 4 വരെ മുഴുരാത്രി പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറ 73ന്റെ 20 തന്നെ വരുമ്പോൾ പകുതി രാത്രിയോ അതിലും കുറച്ചോ സൗകര്യം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വ്യഭിചാരത്തെക്കുറിച്ച് എന്താ പറയുന്നത്? വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള സാധനം അങ്ങനെ തന്നെ മാറ്റി, അത് ഖുറാനിലില്ല. സൂറ 4 ആയത്ത് 15 ആയപ്പോൾ വ്യഭിചാരിച്ചാൽ അവന് ജീവപര്യന്തം തടവാണ് അവന് വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല. സൂറ 24 ആയത്ത് 2 ആയപ്പോ എന്ത് പറഞ്ഞു? വ്യഭിചാരത്തിന് 100 അടി. എന്നിട്ടും കഴിഞ്ഞില്ല. സൂറ 4 ആയത്ത് 16 ആയപ്പോ നിങ്ങൾ സ്വവർഗഭോഗികളാണെങ്കിൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്, പശ്ചാത്തപിച്ചാൽ വെറുതെ വിടാം. 5, സൃഷ്ടിക്ക് എത്ര ദിവസം എടുത്തു? സൃഷ്ടിക്ക് 6 ദിവസം എടുത്തു എന്ന് സൂറ 7 ആയത്ത് 54, സൂറ 25 ആയത്ത് 51. എന്നാൽ സൃഷ്ടിക്ക് 8 ദിവസം എടുത്തു എന്ന് സൂറ 41 ആയത്ത് 9 മുതൽ 12 വരെ പറഞ്ഞിരിക്കുകയാണ്. വേറെ സ്ഥലത്ത് സൃഷ്ടിക്ക് 2 ദിവസം എടുത്തു എന്ന് പറഞ്ഞു. 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറെ വിശ്വസിക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ദൈവം ഇംപ്രൂവ് ചെയ്യോ? ദൈവം നൽകിയ അരുളപ്പാട് ദൈവം ഒന്ന് മാറ്റോ? ഇനി തന്നെയല്ല, ഇംപ്രൂവ്മെന്റും കൂടി അല്ലത്. ഇംപ്രൂവ്മെന്റ് ആണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ നിങ്ങൾക്ക് അത് വിട്ടുവരുന്നു. ഇനി ഖുറാനിലെ തെറ്റുകളിലേക്കൊന്ന് നോക്കുക. സൂറ 28 ആയത്ത് 9 മോശയെ ഫറവോന്റെ ഭാര്യ ദത്തെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്രം നോക്കിയാൽ മോശയെ ദത്തെടുത്തത് ഫറവോന്റെ മകളാണെന്ന് വ്യക്തമാണ്. ഇനി അടുത്തത് നോക്കുക, എന്റെ സമയം പോകുന്നു. സൂറ 19 ആയത്ത് 7 യോഹന്നാൻ എന്ന പേര് ആദ്യമായി ദൈവം ഭൂമിയിലേക്ക് നൽകിയത് അന്നാണെന്നാണ് യോഹന്നാൻ സ്നാപകനാണെന്നാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ എന്ന പേര് അന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമായി യോഹന്നാൻ എന്ന പേര് ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തത് ആ ദിവസമാണ്. പക്ഷേ അങ്ങ് തൗറാത്തിലേക്ക് നിങ്ങൾ നോക്കുക. തൗറാത്തിൽ നോക്കിയാൽ അവിടെ യോനാഥാൻ എന്നൊരു പേരുണ്ട്. ഹിബ്രുവിലെ ആ യോനാഥാൻ എന്ന പേരും ഗ്രീക്കിലെ യോഹന്നാൻ എന്ന പേരും ഒരേ പേരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നിരുന്ന ആ പേരാണ് പറഞ്ഞത് ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. ഇത് തെറ്റല്ലെങ്കിൽ പിന്നെന്താണ്? തൃത്വം എന്നത് ബഹുദൈവ വിശ്വാസമാണെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ 1+1+1 3. ക്രിസ്ത്യാനികൾ 3 ദൈവത്തെ വിശ്വസിക്കുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും ആ പ്രമാണമില്ല. തിരിച്ച് 1:1:1 അതാ വേദപുസ്തകം പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. സൂറ 5 ആയത്ത് 73 മുതൽ 75 വരെ. ഇതിനേക്കാൾ രസം, യേശുവിന്റെ അമ്മ മറിയം
അത് അഹരോന്റെ സഹോദരിയാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. സൂറ 19 ആയത്ത് 28, സൂറ 66 ആയത്ത് 12. അഹരോൻ എവിടെ കിടക്കണു? യേശുവിന്റെ അമ്മ മറിയ എവിടെ കിടക്കണു? ഇവർക്ക് തമ്മിൽ കുറഞ്ഞത് 1570 വർഷത്തെ വ്യത്യാസമുണ്ട്. 1570 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരാളുടെ പേരെവിടെ എഴുതി വെച്ചാണ്? യേശുവിന്റെ അമ്മ മറിയം അഹരോന്റെ അമ്മയാണത്രേ. സൂര്യാസ്തമയം, ഇനി ശാസ്ത്രീയമായിട്ട് തന്നെ നൂറുകണക്കിനുണ്ട്, എല്ലാത്തിനും ഓരോ സാമ്പിൾ മാത്രം തരിക. സൂര്യാസ്തമയം എവിടെ കിടക്കുന്നു? സൂറ 18 ആയത്ത് 86. സൂര്യാസ്തമയം നടക്കുന്നത് ഇദ്ദേഹം പോയി നോക്കിയപ്പോ എന്താ കാണുന്നത്? കുറെ മനുഷ്യരെ കാണാനുണ്ട്. ആ മനുഷ്യരുടെ അവിടെ വലിയൊരു ചെളിക്കുഴിയുണ്ട്. ആ ചെളിക്കുഴിയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വീഴാണ് സൂര്യൻ. സൂര്യാസ്തമയത്തെ കുറിച്ചുള്ള മനോഹരമായ വിവരണം. സൂറ 16 ആയത്ത് 15, സൂറ 21 ആയത്ത് 31, സൂറ 31 ആയത്ത് 10, സൂറ 78 ആയത്ത് 6 മുതൽ 7 വരെ, സൂറ 88 ആയത്ത് 19. എന്താ പറഞ്ഞിരിക്കുന്നത്? മലകളുണ്ടല്ലോ, മലകള്. ഭൂമി സ്വസ്ഥാനത്തുനിന്ന് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടാരത്തിൽ ഇങ്ങനെ കുറ്റികൾ ഇടിക്കില്ലേ, അതുപോലെ കുറ്റികൾക്ക് പകരമായിട്ട് ദൈവം മലകളെങ്ങനെ അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ മലകളെ കൊണ്ട് അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂമി പോണ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയോളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് മുതിരുക. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ പ്രിയ സുഹൃത്ത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഞാനല്ലെങ്കിൽ ഇത് പറയാൻ നടക്കാറില്ല. വേദപുസ്തകം മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഈ വേദിയിൽ ഇത് പറയാൻ വളരെ സ്നേഹത്തോടെ, ഭവ്യതയോടെ, താഴ്മയോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്വയം പരിശോധിക്കുക. സ്വയം പരിശോധിച്ച് മനസ്സിലാക്കി സ്വയം ഒരു തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു മിസ്റ്റർ വർഗീസ് മാളിയേക്കൽ. ഇനി എം അക്ബർ സാഹിബ് വർഗീസ് മാളിയേക്കൽ സംസാരിച്ചതിനെ ഖണ്ഡിച്ചുകൊണ്ട് 20 മിനിറ്റ് നമ്മളോട് സംസാരിക്കും. അതിനിടയിൽ പറയട്ടെ, പ്രാർത്ഥിക്കാൻ, നമസ്കരിക്കാൻ ഈ സദസ്സിനെ അലങ്കോലപ്പെടുത്താത്ത രീതിയിൽ കുറച്ചുപേർക്ക് ഇവിടെ അടുത്ത് സൗകര്യപ്പെടുത്തിയുണ്ട്. വേണ്ടവർ ആ സൗകര്യം ഉപയോഗിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. സഹോദരന്മാരെ, ഇവിടെ സുഹൃത്ത് ഒരുപാട് എഴുതിക്കൊണ്ടുവന്ന പോയിന്റുകൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. അദ്ദേഹം ജോഷ് മാക്ഡുവലിന്റെ ഇസ്ലാം ഡിബേറ്റും അതേപോലെ തന്നെ ഫാണ്ടറുടെ മീസാൻ അൽ ഹക്കെല്ലാം പരതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എനിക്കെന്റെ സുഹൃത്തിനോട് വളരെ വിനീതമായി, സുഹൃത്തിനോട് മാത്രമല്ല ഖുർആനിനെ വിമർശനാത്മകമായി പഠിക്കുന്ന ആളുകളോട് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ സന്നദ്ധമാവുക എന്നാണ്. വിനീതമായി സുഹൃത്ത് ഇവിടെ പറഞ്ഞ ആരോപണങ്ങൾ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി പരിശുദ്ധ ഖുർആനിനെതിരിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. സുഹൃത്തിന്റെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അഥവാ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും സയ്യിദ് ഇബ്നു സാബിത്ത് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചപ്പോഴും പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചപ്പോഴുമെല്ലാം ഒരുപാട് പ്രക്ഷിപ്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എടുത്തു പോയിട്ടുണ്ട്, കടന്നുകൂടിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞല്ലോ. സുഹൃത്ത് അതൊന്നും കടന്നുകൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ
അന്ന് എടുത്തു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ ദൈവികമാണിയിരുന്നു എന്ന് അംഗീകരിക്കുന്നുവോ എന്നാണ് ആദ്യമായി സുഹൃത്ത് ഉത്തരം പറയേണ്ടത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ എടുത്തു മാറ്റിയിട്ടുണ്ട്, കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എടുത്തു മാറ്റാത്ത, കടത്തിക്കൂട്ടാത്ത ബൈബിൾ ഉണ്ടെങ്കിൽ, തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഉള്ള ഗ്രന്ഥമുണ്ടെങ്കിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ ഇഞ്ചീൽ ഉണ്ടെങ്കിൽ, അത് ദൈവികവാണി എന്ന് 100% അംഗീകരിക്കുന്ന മുസ്ലിങ്ങളാണ് ഇതിൽ കടത്തിക്കൂട്ടലുകൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അവ പൂർണ്ണമല്ല, അത് സമ്പൂർണ്ണമല്ല എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ കൊണ്ടുവന്ന വ്യക്തി തന്നെ ഒരു കള്ളപ്രവാചകനും, ആ കള്ളപ്രവാചകന്റെ വ്യാജ പുലമ്പലുകളാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഖുർആനിൽ കാലാകാലങ്ങളായി കടത്തിക്കൂട്ടലുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം സത്യത്തിൽ എന്താണ്? ഇങ്ങനെ എല്ലാ കടത്തിക്കൂട്ടിയ ഖുർആൻ, അങ്ങനെ എല്ലാം എടുത്തു മാറ്റിയ ഖുർആൻ, ആ ഇപ്പോഴുള്ള ഖുർആൻ, ആ ഖുർആനെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അങ്ങനെ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ടോ? സുഹൃത്ത് പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ 6ാമത്തെ വോള്യം, ഈ 6ാമത്തെ വോള്യത്തിൽ ഖുർആന്റെ ക്രോഡീകരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് സുഹൃത്തിനൊന്ന് വായിച്ചാൽ മതി. ഇംഗ്ലീഷ് ഭാഷയിൽ ബുഖാരി കിട്ടും. അത് പിന്നെ ഫാണ്ടറുടെ ബുദ്ധി കൊണ്ടേ നമ്മൾ ചിന്തിക്കൂ എന്ന് വിചാരിച്ചാൽ നിർവാഹമല്ല. സത്യത്തിൽ എന്താണ് പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ഗബ്രിയേൽ മാലാഖയിലൂടെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ആ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത് സത്യത്തിൽ കാണാപ്പാഠം പഠിച്ചിട്ട് തന്നെയാണ്. ഖുർആൻ സംരക്ഷിക്കാമെന്നത് പടച്ച തമ്പുരാൻ തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തതാണ്. ഞാൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പടച്ചോൻ പറയാണ്, ഇത് നാം സംരക്ഷിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ സൂക്തം അവതരിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം തന്റെ കുത്താബുൽ വഹീനോട്, വഹി എഴുതി വെക്കുന്ന ആളുകളോട് എഴുതി വെക്കാൻ ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ സഹാബത്തിന് ഇത് ചൊല്ലിക്കൊടുത്ത് അവരിൽ പലരും ഇത് കാണാപ്പാഠം പഠിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ കാണാതെ പഠിക്കുന്നത് വഴിയാണ് ഈ പരിശുദ്ധ ഖുർആൻ സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ആ രൂപത്തിൽ ഇന്നും അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ? ഇന്ന് നിങ്ങൾ നോക്കുക, ഇന്ന് ലോകത്ത് മുഴുവനും ഏതെങ്കിലും ഒരു ഹിറ്റ്ലറോ ഒരു മുസോളിനിയോ ഒരു ഏകഛത്രാധിപതി ലോകത്തിന്റെ മുഴുവനും അധികാരം ഏറ്റെടുക്കുകയും അയാള് ഒരു ദിവസം പറയാണ്, ഖുർആനിന്റെ ഈ വെല്ലുവിളി പൂർണ്ണമായി തകർത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ലോകത്തിലെ എല്ലാ ഖുർആൻ കോപ്പികളും കത്തിച്ചു കളയണം. ഇന്ന് അർദ്ധരാത്രിക്ക് 12 മണിക്ക് മുമ്പ് പരിശുദ്ധ ഖുർആന്റെ എല്ലാ കോപ്പികളും കത്തിച്ചു കളയണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അയാളുടെ കിങ്കരന്മാർ കടന്നു വന്ന എല്ലാ പള്ളികളിലേക്കും മുസ്ലിം ഗൃഹങ്ങളിലേക്കും വന്ന് പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികളെല്ലാം എടുത്ത് കത്തിച്ചു കളയുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലുമുള്ള മുസ്ലിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിനെ അതേപോലെ അതേ രൂപത്തിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. കാരണം 10,000-കണക്കിന് മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചതായി ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? ഒരു മഹാസംഭവമായി കൊണ്ടുവരാറുള്ള ഈ സംഗതി എന്താണെന്ന് അറിയാമോ? വേറൊന്നുമല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറെ ഖുർആൻ കാണാപ്പാഠം പഠിച്ച ആളുകൾ മരിച്ചുപോയ സമയത്ത് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചരിത്രം പറയല്ല ഞാൻ, ഖുർആൻ എഴുതി തന്നെ ക്രോഡീകരിക്കണം. അദ്ദേഹത്തിന് ആ ആശയം ശരിയാണ് എന്ന് തോന്നി. സെയ്ദ് ബിൻ സാബിത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പ്രയാസകരമായി അനുഭവപ്പെട്ടു. കാരണം എന്താ? കാരണം ബൈബിൾ എഴുതിയ ആളുകളെ പോലെ കേവലം ആരുടേതെങ്കിലും കേട്ടെഴുതുക എന്ന സിദ്ധാന്തം സെയ്ദ് ബിൻ സാബിത്ത് സ്വീകരിച്ചില്ല. എന്താ? കൃത്യമായി അക്ഷരത്തെറ്റ് പോലും ഉണ്ടാകാതെ യാതൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഓരോ വ്യക്തികളെ പോയി കണ്ട്, ഈ ഖുർആൻ കാണാതെ പഠിച്ച ആളുകളെ പോയി കണ്ട്, അതോടൊപ്പം തന്നെ രേഖകൾ പോയി നോക്കി, ഇങ്ങനെ ഓരോന്ന് വളരെ സൂക്ഷ്മമായി ഖുർആനെ കുറിച്ച് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. വളരെ സൂക്ഷ്മമായി ക്രോഡീകരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതാ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുമ്പോൾ കിടന്നിട്ട് ഇങ്ങനെ തൂങ്ങുകയാണ്. കാരണം എന്താ? അദ്ദേഹം പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നും ഖുർആൻ കാണാതെ പഠിച്ച 10,000-കണക്കിന് ആളുകളുണ്ട്. അത് എങ്ങനെ സംരക്ഷണം ചെയ്യപ്പെട്ടു?
മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഒരു കോളേജിൽ നിന്ന് ഖുർആൻ കാണാതെ പഠിച്ച കുറെ ആൾക്കാരുണ്ടാക്കി ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോയതല്ല. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകന്മാർ ഓരോ സ്ഥലത്തുമുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള ഖുർആൻ കാണാതെ അറിയുന്ന ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുക. എല്ലാവരും പറയുന്ന ഖുർആൻ ഒന്നു തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇനി മറ്റൊരു പ്രശ്നം എന്താണ്? ഖുർആനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു? എഴുതി വെക്കപ്പെട്ട ഖുർആനിലെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സംശയമില്ല, നമുക്ക് പറയാൻ യാതൊരു മടിയില്ല അതില്. എന്താണെന്നറിയാമോ വ്യത്യാസം? നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരുടെ കൈകളിലും രേഖകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവനാൻ എഴുതി വെച്ച സൂറത്തുകൾ ഉണ്ടായിരുന്നു. ചില ആളുകളുടെ കൈകളിൽ എല്ലാ സൂറത്തും ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് എഴുതി വെച്ച പേഴ്സണൽ കോപ്പികൾ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ കൈകളിലും. അങ്ങനെ ഏടുകൾ എന്ന് പറയും. അന്ന് ആ ഏടുകൾ ചില ആളുകളുടെ കയ്യിൽ 7ാമത്തെ സൂറത്ത് മാത്രമുള്ളവരുണ്ടായിരുന്നു, വേറെ ചിലരുടെ കയ്യിൽ 10ാമത്തെയും 9ാമത്തെയും സൂറത്തുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞപ്പോ കിട്ടിപ്പോയി എന്നുള്ള രൂപത്തിൽ അടുത്ത് ചാടുകയാണ്. കാരണം എന്താണ്? പിന്നെ ഇന്നയാളടുത്ത് ചെന്നപ്പോ അയാളുടെ അടുത്തുള്ള ഖുർആനിൽ 8ാമത്തെ സൂറത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ കിട്ടിപ്പോയി, ഒരാളടുത്തുള്ള ഖുർആൻ മുഴുവൻ ഉണ്ടായിരുന്നില്ല. അത് സംഗതി ഇതാണ്. പിന്നെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ചില വിധികൾ ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. സത്യത്തിൽ എന്താണത്? ദുർബലപ്പെടുത്തപ്പെട്ട വിധികൾ എന്ന് പറഞ്ഞാൽ പടച്ചോനെ ട്രിപ്പീസ് കളിച്ചതല്ല. ഒരു സമൂഹത്തിന്റെ പൂർണ്ണ മാറ്റമാണ് ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കണത്. കേവലം 23 കൊല്ലം കൊണ്ട് കേവലം കുറെ ഉപദേശങ്ങൾ 10 കൽപ്പനകൾ നൽകിയിട്ട് ആ 10 കൽപ്പനകൾ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോവല്ല ചെയ്തത്. മറിച്ച് 23 കൊല്ലം കൊണ്ട് സാംസ്കാരികമായി വട്ടപൂജ്യത്തിലിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന് മുഴുവനും ഉന്നത ശീർഷരായ ധാർമ്മികരായ ലോകത്തിന് മാതൃകായോഗ്യരായ ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിയമങ്ങൾ മാറ്റം ആവശ്യമായിരുന്നു. ഇത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വെടിപാടെങ്കിലും ഉള്ളവർക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ മദ്യം നിരോധിച്ചൊരു രീതി. മദ്യത്തിൽ മുങ്ങിക്കൊളിച്ചിരുന്ന സമൂഹം, ആ സമൂഹത്തെ മരണാനന്തര ജീവിതത്തെയും അതേപോലെ തന്നെ പിന്നെ ഏകദൈവ വിശ്വാസവും ശക്തമായി രൂഢമൂലമാക്കി. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പടച്ച തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് മദ്യപിക്കരുത്. ആദ്യത്തെ ഘട്ടമാണ്. കുറെ ആളുകൾ നമസ്കരിക്കുന്ന സമയത്ത് മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. കാരണം ആ രൂപത്തിലുള്ള ഒരു സമൂഹത്തെ പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ്. ആദ്യത്തെ ഘട്ടം അന്ന് കുറെ ആളുകൾ മദ്യപാനം നിർത്തി. അടുത്ത ആയത്ത് വന്നു. അടുത്ത ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. എന്താ? നിങ്ങൾ ചോദിക്കുന്നു മദ്യത്തെക്കുറിച്ച്, അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്, എന്നാൽ ദോഷമാണ് കൂടുതൽ. അടുത്ത ആയത്ത് ദോഷമാണ് കൂടുതൽ എന്ന് കേട്ടപ്പോഴേക്ക് സത്യവിശ്വാസികളായ സൂക്ഷ്മാലുക്കളായ കുറെ ആളുകൾ മദ്യം പൂർണ്ണമായി നിർത്തി. അതുകൂടി കഴിഞ്ഞ് കുറെ കാലം കൂടി കഴിഞ്ഞിട്ട് മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെടുന്ന ആയത്ത് കടന്നു വരുന്നു. അതാണ് ഞാൻ എന്റെ സംസാരത്തിൽ ഓതിയത്. ഖുർആന്റെ 5ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങളിലൂടെ മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു. അങ്ങനെ മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെട്ട ഈ ആയത്ത് വന്നതോടുകൂടി ആദ്യത്തെ 2 ആയത്തുകളുടെ നിയമം ദുർബലമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ വേറൊരു കാര്യമൊന്നുമല്ല. ആദ്യത്തെ 2 നിയമം പിന്നെ പ്രബലമല്ല. കാരണം നമസ്കാരത്തിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ ആ നിയമമുണ്ടല്ലോ, പിന്നെ പ്രസക്തമല്ല. കാരണം അടിസ്ഥാനപരമായി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന നിയമം വന്നു കഴിഞ്ഞു. അതാണ് ദുർബലപ്പെടുത്തപ്പെടുക. ഇത് സമൂഹത്തിന്റെ സൃഷ്ടിപരമായ പരിണാമത്തിൽ ഏത് സമൂഹത്തിനും അനിവാര്യമായി വരും. അത് പരിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നത് എങ്ങനെ എന്നുകൂടി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഖുർആനിന്റെ അനുയായികൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പ്രശ്നമില്ല. മറ്റൊന്ന് പ്രധാനമായിട്ട് ഖുർആനിലെ ചരിത്രപരമായ അബദ്ധങ്ങളാണ്. ഖുർആനിൽ ചരിത്രപരമായ അബദ്ധം. യോഹന്നാന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ മറിയയുടെ കാര്യം പറഞ്ഞു. ഖുർആൻ എന്താ പറയുന്നത്?
ഓരോന്നും എടുത്ത് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. സംക്ഷിപ്തമായി സൂചിപ്പിക്കുകയാണ് ഞാൻ. എന്താ ഖുർആൻ പറയുന്നത്? ഖുർആനിലെ 19-ാം അധ്യായം ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചു. സൂറത്ത് മറിയത്തിലെ 28-ാമത്തെ വചനത്തിൽ യഹൂദന്മാർ വന്നിട്ട്, നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദന്മാർ വന്ന് മറിയയോട് പറയുന്ന രംഗം വിവരിക്കുകയാണ് ഖുർആൻ. യാ ഉഖ്തു ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന് യഹൂദന്മാർ മറിയയെ വിളിച്ചു. ഖുർആൻ പറയുന്നതല്ല, യഹൂദന്മാർ മറിയയെ വിളിച്ച സംബോധന പഠിപ്പിക്കുകയാണ്. എന്താണത്? ഇനി നമ്മൾ പരിശോധിക്കണം. യഹൂദന്മാർ യാ ഉഖ്തു ഹാറൂൻ എന്ന് പറഞ്ഞല്ലോ. ആ യാ ഉഖ്തു ഹാറൂൻ എന്നുള്ള ചരിത്രപരമായി തെറ്റല്ലേ? പരിശോധിക്കാം നമുക്ക്. യഹൂദന്മാർക്കിടയിൽ അഹറോൻ ആരായിരുന്നു? അഹറോൻ പ്രീസ്റ്റ്ഹുഡിന്റെ നേതാവായി അറിയപ്പെട്ടിരുന്നയാളാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കുറിച്ച് അഹറോന്റെ പുത്രിമാരെന്നും അഹറോന്റെ സഹോദരിമാർ എന്നും വിളിക്കപ്പെടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? എങ്കിൽ മറച്ചു നോക്ക്. പുതിയ നിയമം, ബൈബിൾ പുതിയ നിയമം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം എടുത്ത് പരിശോധിക്ക്. ആ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ എന്താ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശരിക്കും നോക്കണം. എലിസബത്ത് അഹറോന്റെ പുത്രിയായിരുന്നു എന്നാണ്. എലിസബത്ത് എന്നുണ്ടായതാ? യേശുവിന്റെ കാലത്ത് തന്നെ. ആ എലിസബത്ത് അഹറോന്റെ പുത്രി എന്നത് ആ മോശയുടെ കാലത്ത് മോശയുടെ സഹോദരനായ അഹറോന്റെ പുത്രിയായി എലിസബത്തിനെ പറയാമെങ്കിൽ ആ സമ്പ്രദായം യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. എന്താ സമ്പ്രദായം? അഹറോന്റെ പുത്രിമാരായും അഹറോന്റെ സഹോദരിമാരായും ആളുകളെ പറയുന്ന, പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പറയുന്ന രീതി. അതുകൊണ്ട് തന്നെ ഖുർആൻ യഹൂദന്മാർ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. യാ ഉഖ്തു ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന് യഹൂദന്മാർ പറഞ്ഞു. യഹൂദന്മാരുടെ അടിയിലുള്ള ഒരു രീതിയായിരുന്നു അത്. ഖുർആനിലെ ഭയങ്കര ചരിത്രപരമായ അബദ്ധം. ഇനി എന്താ ശാസ്ത്രീയമായ അബദ്ധം? ഭയങ്കരമായ അബദ്ധമാണ്. എന്താണ്? ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ പർവ്വതങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞതാണ്. ശരി, ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ സ്ഥാപിച്ചു എന്നത് ശാസ്ത്രീയമായ അബദ്ധമാണ്. ഭൂമിയിൽ പർവ്വതങ്ങളെ ആണിയാക്കി എന്ന് പറഞ്ഞത് ശാസ്ത്രീയമായ അബദ്ധമാണ്, അല്ലെ? വൽ ജിബാല ഔതാദ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആണിയാക്കി. എന്താണ് ഈ ആണി എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ഏതായാലും ഉറപ്പാണല്ലോ, പർവ്വതം ഇങ്ങനെ കൂർത്തിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ മുകളിലേക്ക്. ആണി ആരും മുകളിലേക്ക് കൂർപ്പ് വെച്ചാണ്ട് നേടാറില്ല. മുഹമ്മദ് നബി ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം എഴുതിയതാണ് ഈ ഖുർആനാണല്ലോ, അദ്ദേഹത്തിന് ആ ഒരു ജനറൽ നോളജെങ്കിലും വകവെച്ചു കൊടുത്തൂടെ? കാരണം പർവ്വതം ആണിങ്ങനെ വെച്ചാണ്ട് മേടിയതാണ് പർവ്വതം എന്ന് മുഹമ്മദ് നബി മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാൻ മാത്രം വിഡ്ഢികൾ നമ്മളാകണോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇനി എന്താണ് പർവ്വതങ്ങൾ ആണി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞല്ലോ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഖുർആൻ വിമർശനങ്ങൾ മാത്രം വായിക്കല്ലേ. ഇപ്പോ നിങ്ങൾ വേണമെങ്കിൽ ഇന്റർനെറ്റിൽ എടുത്തു നോക്ക്, മൗണ്ടൻസിനെ കുറിച്ചുള്ള ഏതെങ്കിലും സൈറ്റ് എടുത്തിട്ട് നോക്ക്, മൗണ്ടൻസിന്റെ പ്രത്യേകതകളും അത് ഭൂമിയിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തു നോക്ക്. പർവ്വതങ്ങൾ എത്രത്തോളം മുകളിലേക്കുണ്ടോ അതിനേക്കാൾ കൂടുതൽ താഴേക്ക് ആണിയെപ്പോലെ വേരാക്കി ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് ആധുനിക ഭൂമിശാസ്ത്രം പറയുമ്പോ അത് പരിശുദ്ധ ഖുർആൻ സത്യപാടി എന്നും ഖുർആൻ ശാസ്ത്രീയപാടി എന്നും പർവ്വതം സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റേതാടി എന്നതിനുള്ള തെളിവാടി എന്ന് ഞാൻ പറയും. ഭൂമിയുടെ അടിയിലേക്ക് പർവ്വതങ്ങൾ എത്ര മുകളിലേക്കുണ്ടോ അത്രയും അടിയിലേക്കുണ്ട് എന്നല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അടിയിലേക്കുണ്ട് എന്നാണ് ആണി എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ശരിയാ, ഒരു നാണമില്ല. ഇനി എന്താ? ഭൂമിയെയും കൊണ്ട് നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ ഭൂമിന്റെ സന്തുലനത്തിൽ പർവ്വതങ്ങൾക്ക് പങ്കുണ്ട്, നിഷേധിക്കാൻ സാധിക്കില്ല. പർവ്വതങ്ങൾക്ക് ഭൂമിയുടെ സന്തുലനത്തിലുള്ള പങ്കിനെ കുറിച്ചുള്ള പഠനം, പർവ്വതങ്ങളെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രത്തിൽ അതൊരു പഠനശാഖ തന്നെയാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അതല്ലാതെ ഭൂമി ഇങ്ങനെ മേടിയച്ചിട്ട് ആരും ചാടുമ്പോൾ ഇളകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, ഖുർആനിലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ശാസ്ത്ര വിമർശനങ്ങളുടെ പേരിൽ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഖുർആനെ ശാസ്ത്രീയമായി വിമർശിക്കല്ലേ? വിമർശനങ്ങൾ പുതുതായിട്ടുമുണ്ട്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ ദൈവികമാണ്.
ദൈവികമാണ്. അതിൽ ചരിത്രപരമായ അബദ്ധങ്ങളൊന്നുമില്ല, അതിൽ ശാസ്ത്രീയമായ അബദ്ധങ്ങളൊന്നുമില്ല. അത് സമ്പൂർണമാണ്, ധാർമ്മികമാണ്. പിന്നെ മനുഷ്യരെ ധാർമ്മികമായി നയിക്കുവാൻ പോന്നതാണ്. ഇങ്ങനെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെ വസ്തുനിഷ്ഠമായി പഠിക്കണമെന്നും, ഖുർആൻ പിന്നീട് സുഹൃത്ത് പറഞ്ഞ യേശുക്രിസ്തുവിനെ ഖുർആൻ അംഗീകരിക്കുന്ന കാര്യം വിശദീകരിക്കാൻ സമയമില്ല. യേശുക്രിസ്തുവിനെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ യേശുവിന്റെ ജനനത്തെയും അതേപോലെ തന്നെ പാപരഹിതമായ അവസ്ഥയെയും എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ യേശു ദൈവമാണ് എന്ന് പറയുമ്പോഴാണ് ഖുർആൻ നിഷേധിക്കുന്നത്. യേശു ദൈവവാണി എന്ന വാദത്തെ പരിശുദ്ധ ഖുർആൻ ശക്തമായി വിമർശിക്കുന്നു. ഇവിടെയും ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് പിന്നെ മറിയം അതിലെ 33-34 വചനങ്ങളിൽ യേശു കുരിശിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു എന്നതിന് ഖുർആനിലെ തെളിവ്. എന്താ തെളിവ്? ഞാനതാ പറഞ്ഞേ, ഖുർആനൊന്നെടുത്ത് വായിക്ക്. ഏതെങ്കിലും ആരുടെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ട് മാത്രം, ആരെങ്കിലും കോട്ട് ചെയ്തെടുത്ത് വായിച്ചുകൊണ്ട് മാത്രം ഖുർആനെ മനസ്സിലാക്കല്ല. ഖുർആൻ, ഇതേ ഖുർആൻ നിങ്ങൾ എന്താണ് ഖുർആൻ പറയുന്നത്? ഞാൻ ജനിക്കുന്ന ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ പുനരുജ്ജീവിക്കുന്ന ദിവസവും എന്റെ മേൽ സമാധാനം ഉണ്ടായിരിക്കും യേശു പറയുന്നത്. അപ്പൊ എന്താണ്? യേശു കുരിശിൽ മരിച്ചു, അദ്ദേഹം പുനരുജ്ജീവിച്ചു, എല്ലാം ഖുർആനിലെ തെളിവ്. ഒന്ന് കുറച്ച് പിന്നിക്കെടുത്ത് വായിച്ചാൽ മതി, കുറച്ച് ഒന്ന് ബാക്ക് നോക്കുക. എന്താ? ഖുർആനിലെ 19-ാം അധ്യായം, അതേ അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വചനം യഹ്യ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിക്കുന്ന ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ പുനരുജ്ജീവിക്കുന്ന ദിവസവും എന്റെ മേൽ സമാധാനം ഉണ്ടായിരിക്കും. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം കുരിശിൽ മരിച്ചു, പുനരുജ്ജീവിച്ചു എന്നാ ഖുർആൻ പറയുന്നതാണോ? അല്ല. എന്താ? യേശു ക്രിസ്തു മരിക്കും, യേശു മരിക്കും, പുനരുജ്ജീവിപ്പിക്കപ്പെടും പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ. ആ കാര്യമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമാണത്. അത് പഠിച്ചാൽ അപ്പുറത്തും നോക്കിയാൽ മനസ്സിലാകാവുന്നുള്ളൂ. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, വിമർശിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. ഖുർആൻ പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, അതിന്റെ മൂലങ്ങളിൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം, അതിൽ നിന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിമർശിക്കുക. ആരുടെയെങ്കിലും പുസ്തകങ്ങൾ മാത്രം വെച്ച് ഖുർആനെ വിമർശിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു മിസ്റ്റർ അക്ബർ. സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ ആദ്യ സെഷൻ തീരുകയാണ്. അടുത്തതായി ശ്രോതാക്കളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് വിഷയം അവതരിപ്പിച്ച വ്യക്തികൾ മറുപടി പറയുന്ന സെഷനാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദയവ് ചെയ്ത് ആദ്യമേ മുന്നോട്ട് വരികയും ഇവിടെ സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വളരെ മാന്യമായ രീതിയിൽ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഒരു നല്ല ഗുണകാംക്ഷയോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവർക്കും ഉദ്ദേശം തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലായിരിക്കണമെന്നുള്ള താൽപര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉദ്ദേശം മാത്രമേ ചോദ്യകർത്താക്കളുടെ മനസ്സിലും ഉണ്ടാകാൻ പാടുള്ളൂ, അവരുടെ ചോദ്യങ്ങളിലും അതേ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കുകയും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്റെ പേര് പറയുകയും സ്ഥലം പറയുകയും ചെയ്തതിനു ശേഷം ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുക. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യം ചോദിച്ച് അതിനുള്ള മറുപടി ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുകയും ആ മറുപടിയുടെ വിമർശനമോ അല്ലെങ്കിൽ അതിനുള്ള പ്രതികരണമോ ഉണ്ടെങ്കിൽ അത് പറയാൻ അടുത്ത പ്രാസംഗികനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.
സഹോദരൻ വർഗീസിനടുത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഈ യേശു 3 ദിവസമായിട്ട് പേര് ഖാദർ ബാലനഗർ. യേശു 3 ദിവസം മരിച്ചു കിടന്നല്ലേ, ആ 3 ദിവസം ഈ ലോകത്തെ ആരാണ് കൺട്രോൾ ചെയ്തത്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. യേശു സിൽവയിൽ ഇറങ്ങി 3 ദിവസം മരിച്ചു കിടന്നല്ലേ, ആ 3 ദിവസം ഈ ലോകത്തെ ആരാണ് കൺട്രോൾ വെച്ചത്? ഹലോ ചോദ്യോത്തര വേള തുടങ്ങുന്നതിന് മുമ്പ് ഡിബേറ്റിലെ ചോദ്യങ്ങളുടെ ഒരു സാമാന്യ മര്യാദയും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായിട്ട് ഈ ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയ സുഹൃത്ത് പറഞ്ഞു 10,000-കണക്കിന് ആൾക്കാർ ഖുർആൻ ഓർപ്പിച്ചു വെച്ചിട്ടുണ്ടുണ്ട്. ഞാൻ ബൈബിൾ മുഴുവൻ കാണാപ്പാടെ ഓർക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് നോക്കിയെടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ആദ്യമേ ക്വസ്റ്റ്യൻ എഴുതി തരാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സംഘാടകർ അത് നിഷേധിച്ചു. അതുകൊണ്ട് ചില ചോദ്യങ്ങൾക്കിടയിൽ ബൈബിൾ തപ്പി അതിന്റെ ഉത്തരം വന്ന് പറയേണ്ടതായിട്ട് വരും. ആ സമയം നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചോദ്യം, യേശുക്രിസ്തു മരിച്ചപ്പോൾ ദൈവം മരിച്ചുപോയില്ലേ, അപ്പൊ ലോകത്തെ ആരാണ് നോക്കിയത്? ഇതാ ചോദ്യം. ഒരുപക്ഷെ എന്റെ പ്രസംഗം ശരിയായിട്ട് കേട്ടിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം, ഇങ്ങനൊരു ചോദ്യം അദ്ദേഹം ചോദിക്കായിരുന്നില്ല. ഇനി പ്രസംഗത്തിന് മുമ്പേ എഴുതിക്കൊണ്ടുവന്ന നോട്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. എന്നാലും ഞാനതൊന്ന് വ്യക്തമാക്കാം, ഒരിക്കൽ കൂടി ആവർത്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ദൈവം തൃത്വമാണ്. ആളത്വത്തിൽ 3 സാരാംശത്തിൽ 1. ആ തൃത്വത്തിലെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവാണ് ഭൂമിയിൽ വന്ന് മരിച്ചത്. അതിന്റെ അർത്ഥം ദൈവം മരിച്ചു എന്നല്ല. തൃത്വത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ദൈവം മരിച്ചിട്ടില്ല. എന്റെ ചോദ്യം സഹോദരൻ വർഗീസിനോടാണ്. എന്റെ പേര് MC അബ്ദുൽ നാസർ. ബൈബിളിനെ സംബന്ധിച്ച് താങ്കൾ പ്രസംഗിച്ചപ്പോൾ ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗമായിട്ടാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഒരാഹ്വാനം കൂടെ അവസാനം പ്രസംഗത്തിലുണ്ടായിരുന്നത് യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ, ആ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ നിങ്ങൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മാറ്റിവെച്ചാണ് ആരാധന നടത്തുന്നത് എന്ന് ബൈബിളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രധാനമായ കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് മരിക്കേണ്ട ആവശ്യമില്ല എന്ന് ധാരാളം ദൈവവചനങ്ങൾ നിലവിലുള്ള ബൈബിളിലെ ദൈവവചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയും. എന്നാൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പൗലോസിനെ പോലുള്ള ആളുകളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന് ദൈവമാകേണ്ടതായി വന്നിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവം ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ നിന്ന് രക്ഷിച്ച ദൈവം, എലീശ പ്രവാചകനെ ശത്രു സൈന്യത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം, നിനവെ പട്ടണത്തിലെ 1.5 ലക്ഷം വരുന്ന ആ ജനങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ മനസ്സ് തോന്നിയ ആ ദൈവം, അങ്ങനെ നിരവധി ഇസ്രായേലെ നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായിരിക്കും ദൈവം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറഞ്ഞ ആ ദൈവവചനം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ദൈവത്തിന് കുരിശിൽ മരിക്കേണ്ടതായി വന്നു? അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം ചില വ്യത്യാസങ്ങൾ വരുത്തി എന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം മലാഖി വരെ ദൈവത്തിന്റെ ആ തീരുമാനം മാറ്റി, പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മറ്റൊരു തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ളതാണോ എന്നുള്ളത് വളരെ വ്യക്തമാക്കണം.